ഹായ് ഗൈസ്, അപ്പം എന്താ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പം ബെഡ്സീർക്ക് കുറച്ച് നേരത്തെ വന്നപ്പോൾ പുള്ളി പറഞ്ഞു നമുക്ക് ബൈക്കിൽ ഒരു ലോങ് ഡ്രൈവ് പോയാലോ വേണ്ട സിറ്റിയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. മോഹൻ ഓരോന്നൊക്കെ പറയുകയാണ് കേട്ടോ. അവന് ഭയങ്കര ഹാപ്പിയിലാണ്. അപ്പോൾ അവൻ ഈ ലുലുമാളൊക്കെ എത്ര പോയാലും വീണ്ടും വീണ്ടും അവിടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ലുലുമാളിൽ കയറി ചെറിയൊരു പർച്ചേസൊക്കെ നടത്തിയായിരുന്നു. അപ്പോൾ ഇതാ നല്ല ലൈറ്റും കാഴ്ചകളും ഒക്കെ കണ്ടിങ്ങനെ പോവുകയാണേ. അവൻ എന്തൊക്കെയോ കോഷ്ടികളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ലുലുമാളെത്തി. അപ്പോൾ നമ്മൾ കണ്ടെയ്നർ ഫുഡൊക്കെ നോക്കുമായിരുന്നു. അത്യാവശ്യം നല്ല തിരക്ക്, എല്ലാ തവണയും പോലെ തന്നെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 50% ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്കത് വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. എല്ലാം എന്താണ് സാധാരണ എല്ലാ തവണത്തെയും പോലുള്ള ഓഫറുകളെ ഞങ്ങൾ കണ്ടോളൂ അവിടെ. അപ്പോൾ മോന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മെബലിൻ്റെ ഒരു കിഡ്സ് യൂസ് ചെയ്യുന്ന ലിപ് കളറാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അതാകുമ്പോഴത്തേക്ക് അതിൽ വലിയ കെമിക്കൽസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാൻ അങ്ങനെ അതാണ് എനിക്ക്. പക്ഷേ എനിക്ക് കറക്റ്റ് ഫേവറേറ്റ് കളർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് റെഡാണ്. പക്ഷെ അത് കിട്ടിയില്ല കേട്ടോ. ഒരു ഓറഞ്ച് ലൈക്ക് ഒരു റെഡാണ്, പക്ഷെ അത് കിട്ടിയില്ല. എനിക്ക് കിട്ടിയത് ഒരു ട്രാഫിക് റെഡാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ശംഖുമുഖത്ത് പോയി ബീച്ചിലൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് തേരാപ്പാരൊക്കെ നടന്നു. നല്ല ഫുഡൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് നോക്കി. പക്ഷെ എന്തോ ഇത്തവണ ഉള്ള അവിടെ കണ്ട ഫുഡൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തൊന്നും കണ്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വെച്ച് മോന് നൊങ്ക് വേണമെന്ന് പറഞ്ഞാൽ അത് നോക്കാനായിട്ട് ഇറങ്ങി. പിന്നെ ഇതാ നേരെ തിരിച്ചു വരുന്ന വഴിക്ക് ശരവണ ഫാമിന് അടിപൊളി വെജ് ഫുഡാണ് കേട്ടോ. അവിടെ നിന്ന് ഞാൻ മസാല ദോശയാണ് തട്ടിയത്. പക്ഷേ മോനെ ഗീ റോസ്റ്റ്, ബെൻസിർക്ക് പ്ലെയിൻ ദോശയായിരുന്നേ. പിന്നെ വീണ്ടും ഒരു പ്ലെയിൻ ദോശ വാങ്ങിയിട്ട് രണ്ടുപേരും കൂടെ വാപ്പയും മോനും കൂടെ ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നെങ്കിലും ഞാൻ സത്യത്തിൽ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ആ ഒരു മസാല ദോശ കഴിച്ചപ്പോൾ തന്നെ വയറ് കാലിയായി എന്ന് വീർത്തു. അപ്പോൾ ഒരു ടീയും കുടിച്ചു. ബൈ ബൈ.